ഡൽഹിയിൽ മൂടൽമഞ്ഞ് രൂക്ഷമായതോടെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മൂടൽമഞ്ഞ് കൂടുതലാണെന്നും ഇത് വ്യോമ ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്നലെ മാത്രം 500-ൽ ഏറെ വിമാനങ്ങളാണ് വൈകിയത്. 14 വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. ദേശീയ തലസ്ഥാനത്ത് അതിശക്തമായ മൂടൽമഞ്ഞും വായു മലിനീകരണവും തുടരുന്നതോടെ ജനജീവിതം അതീവ ദുസ്സഹമായി മാറുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മൂടൽമഞ്ഞിന്റെ സാന്ദ്രത വർദ്ധിച്ചതോടെ വ്യോമ റെയിൽ ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും താറുമാറായി. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാഴ്ചാ പരിധി ഗണ്യമായി കുറഞ്ഞതിനെ തുടർന്ന് ഇന്നലെ മാത്രം 500-ലധികം വിമാനങ്ങളാണ് വൈകി ഓടിയത്. കനത്ത മഞ്ഞും പുകയും കാരണം 14 വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മൂടൽമഞ്ഞിനോടൊപ്പം വായു നിലവാരം അതീവ ഗുരുതരം എന്ന വിഭാഗത്തിൽ തുടരുന്നത് നഗരത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വായു നിലവാരത്തെ സൂചിക 400-ന് മുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സാധാരണ ജനങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടികളിലും മുതിർന്നവരിലും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. റോഡ് ഗതാഗതത്തെയും മഞ്ഞ് സാരമായി ബാധിച്ചു. ദൂരക്കാഴ്ച കുറഞ്ഞതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിമാനങ്ങൾക്കൊപ്പം റെയിൽവേ സർവീസുകളും കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഡൽഹിയിലേക്കും തിരിച്ചുമുള്ള 50-ലേറെ ദീർഘദൂര ട്രെയിനുകൾ മണിക്കൂറുകളോളം വൈകിയാണ് ഓടുന്നത്. മഞ്ഞ് മാറാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ യാത്രക്കാർ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ടെന്നും വിമാനത്താവളത്തിലേക്കോ റെയിൽവേ സ്റ്റേഷനിലേക്കോ പുറപ്പെടുന്നതിന് മുൻപ് സമയക്രമം പരിശോധിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പുണ്ട്. മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്.